ഹലോ, ഇപ്പോൾ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ശ്രുതി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും പറയുന്നുണ്ട് നീ ഇനി ആ ജോലിക്ക് പോകണ്ട, ഇത്രയും നിന്നെ കഷ്ടപ്പെടുത്തുന്ന ഒരാളുടെ അടുത്ത് നീ ഇനി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ശ്രുതിയോട് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് ആ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. ഒരു കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല എന്ന് ശ്രുതി എല്ലാവരോടും പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒന്നെങ്കിൽ ശ്രുതി ആ ഒരു ജോലിക്ക് പോകണം. അങ്ങനെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചേച്ചിയും എല്ലാവരെയും വെറുപ്പിച്ചു കൊണ്ടുവേണം ശ്രുതി ആ ജോലിക്ക് പോകാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ കഷ്ടപ്പാടും കാര്യങ്ങളും അറിഞ്ഞത് കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. അപ്പോൾ അവരെ അനുസരിച്ച് ഈ ജോലി ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറാണ്. അപ്പോൾ എന്ത് തീരുമാനമായിരിക്കും ഇനി ശ്രുതി എടുക്കാൻ പോകുന്നത്? ഈ ഒരു പ്രശ്നത്തോടു കൂടി നമ്മുടെ അശ്വിന് ശ്രുതിയോടുള്ള ആ ഒരു വെറുപ്പും ദേഷ്യവും എല്ലാം കുറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും അവർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ചെറുതായിട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു തർക്കങ്ങൾ തന്നെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. അശ്വിൻ്റെ ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ അത്രയും ആൾക്കാർ ഇരുന്നപ്പോൾ അശ്വിൻ ആ ഒരു കാര്യം പറഞ്ഞത് ഒട്ടും മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശി എല്ലാവരോടും പറയുന്നുണ്ട്, അശ്വിൻ ഇവിടെ പറഞ്ഞത് അവന്റെ ജീവിതമാണ്. അപ്പോൾ കല്യാണം കഴിക്കണം, ആരെ കഴിക്കേണ്ട എന്നെല്ലാം അവനാണ് തീരുമാനിക്കുന്നത്. നിങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലെ അവസാനത്തെ ഡിസിഷൻ എന്റേതായിരിക്കും എന്ന് അശ്വിൻ മുത്തശ്ശിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മുത്തശ്ശി പറഞ്ഞത് അവൻ ഇനി എങ്ങനെ തീരുമാനിച്ചാലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ സാധാരണ ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പോലും ആരും നോക്കാറില്ല. സ്വന്തം തന്നിഷ്ടപ്രകാരമാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ഇനി അത് നടക്കത്തില്ല. എന്തൊക്കെ വന്നാലും ഞാൻ എന്ത് വേണമെങ്കിലും ക്ഷമിക്കും, പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യത്തില്ല. അശ്വിൻ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടില് ഏത് മരുമകൾ വരണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ അവനല്ല. അതിലിനി ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഞാൻ ഇതിലിനെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ അശ്വിന്റെ തീരുമാനത്തോട് യോജിക്കത്തില്ല, സമ്മതിക്കത്തില്ല എന്ന് മുത്തശ്ശി അഞ്ജലിയോടും മനോരമയോടും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം കേട്ടിട്ട് മനോരമ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊച്ചുമകനും മുത്തശ്ശിയും കൂടി വലിയൊരു വഴക്ക് തന്നെ ഉണ്ടാവും. അശ്വിൻ ആ ഒരു തീരുമാനം പണ്ട് തൊട്ടേ അവൻ അങ്ങനെയാണ്. ഒരു കാര്യം പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് നേടുന്നത് വരെ നേടിയിരിക്കും എന്നുള്ളൊരു വാശി അശ്വിന്റെ മനസ്സിലുണ്ട്. അപ്പൊ അശ്വിൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെന്തൊക്കെ പറഞ്ഞാലും അത് സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ അവരെ എതിർത്താണെങ്കിലും അശ്വിൻ അത് ചെയ്യും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവസാനം മുത്തശ്ശി അഞ്ജലിയോട് പറഞ്ഞപ്പോൾ അഞ്ജലിയും പറയുന്നുണ്ട്, എന്തായാലും അവൻ ആ ഒരു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് മുത്തശ്ശി കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരാളെ കൊണ്ടുവന്നപ്പോൾ ദേഷ്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള സങ്കടത്തിലായിരിക്കാം അവൻ പറഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി പറഞ്ഞു, നീ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഇവിടെ ഏത് മരുമകൾ വരണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അതിലിനി ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ, നമ്മുടെ സംഭവബഹുലമായ ഒരു നിമിഷങ്ങളൊക്കെ, തർക്കങ്ങളൊക്കെ നമ്മൾ അശ്വിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ വീട്ടിൽ അതിനപ്പുറം വലിയൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അശ്വിന്റെ കല്യാണക്കാര്യത്തിനുള്ള വഴക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ശ്രുതിയുടെ ജോലിക്കാര്യത്തിലുള്ള വഴക്കാണ്. ജോലിക്ക് എന്തായാലും നീ പോകേണ്ട ആവശ്യമില്ല, ഇത്രയും നിന്നെ ദ്രോഹിച്ചില്ലേ, ഇനി നിന്നെ ദ്രോഹിക്കേണ്ട ആവശ്യം എന്താണ്? നീ ആയിട്ട് അതിന് ഇനി നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്റെ ഭാഗത്താണ് തെറ്റ്, ഞാൻ നിന്നെ ജോലിക്ക് വിടാൻ പാടില്ലായിരുന്നു. എന്തായാലും ഞാനത് തിരുത്താൻ പോവാണ്. നീ ഇനി ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, നീ അവരെ തന്നെ വിളിച്ചു പറഞ്ഞോളൂ എന്ന് ശ്രുതിയോട് പ്രീതി അമ്മായിയൊക്കെ മാറി പറയുന്നുണ്ടെങ്കിലും ശ്രുതി അതൊന്നും കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. എനിക്ക് ഈ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ, എനിക്കൊരു കോൺട്രാക്ട് ഉണ്ട്, ആ കോൺട്രാക്ട് തീർന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് തീരുന്നത് വരെ ഞാൻ അവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി മാറും എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ പ്രീതി പറഞ്ഞത്, അതിനി നീ ഈ കോൺട്രാക്ട് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നിന്റെ ജീവൻ നീ നഷ്ടപ്പെടുത്താനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ വഴക്ക് പറയുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ഒരു കുഴപ്പവുമില്ല, ഇനി കേസും കോടതിയൊക്കെ ആയിട്ട് അയാൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ശ്യാം ഉണ്ടല്ലോ, ശ്യാം സാർ എല്ലാം നോക്കിക്കോളും എന്ന് ശ്യാമിന്റെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ശ്യാമിനെ അത്രത്തോളം അകമഴിഞ്ഞ് വിശ്വസിച്ച് പ്രീതിയും അമ്മായിയൊക്കെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അമ്മായി ഒരു കാര്യവും കൂടി പറഞ്ഞു, ഞാൻ എന്തായാലും അശോകനെ വിളിച്ച് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അശോകനും പറഞ്ഞത് നിന്നെ ജോലിക്ക് വിടണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ്, ഉടനെ തന്നെ അവർ ഇങ്ങോട്ട് തിരിച്ചു വരും, അപ്പൊ നീ ഇനി ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് മാറി പറയുന്നുണ്ടെങ്കിലും ശ്രുതി അത് കേൾക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല.
അവളുടെ ആ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. അവസാനം പ്രീതി വന്ന് ചോദിച്ചു, നീ ഇനി ജോലിക്ക് എന്നിട്ട് പ്രീതി പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ശ്രുതിയുടെ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിനുശേഷം പ്രീതി വീണ്ടും ചോദിച്ചു, നീ ജോലിക്ക് പോകാനാണോ തീരുമാനിക്കുന്നത്? അപ്പോൾ ശ്രുതി ജോലിക്ക് പോകാനായിട്ട് ഷോളൊക്കെ എടുത്തിട്ട് ബാഗൊക്കെ എടുത്ത് പാക്ക് ചെയ്യുവാണ്. അപ്പം നീ ഇനിയും ഞങ്ങൾ ഇത്രയും പേര് മാറി മാറി പറഞ്ഞിട്ടും നിനക്ക് ഒരു കൂസലും ഇല്ലാതെ അല്ലെങ്കിൽ നിനക്കൊരു മാറ്റവും ഇല്ലാതെ നീ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണോ? നിനക്ക് എന്നോട് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കും എന്നൊക്കെ പ്രീതി ശ്രുതിയോട് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ചേച്ചിയോട് ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിലും ഇതിലൊരു മാറ്റവും ഇല്ല, എനിക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അവസാനം ദേഷ്യം വന്ന് പ്രീതിയും അമ്മായിയൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്തായാലും എന്ത് വന്നാലും ഞാൻ ഇനി പോയിരിക്കും, ഇന്നത്തെ ദിവസം ഞാൻ ഓഫീസിൽ പോയിരിക്കും എന്ന് ശ്രുതി ഉറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ അമ്മായിയും എല്ലാവരും ശ്യാമും അമ്മായിയും നമ്മുടെ പ്രീതിയൊക്കെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഈ ശ്രുതിയെ കണ്ടുടനെ തന്നെ നീ ഇത്രയും നീ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് ഒരു കാര്യവും കേൾക്കാൻ പറ്റുന്നില്ല, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ശ്രുതി ആ സത്യം പറയുന്നത്. ഞാൻ ഇന്ന് ഓഫീസിൽ പോകും, ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് ഓഫീസിൽ പോകും, പക്ഷെ അത് ജോലി ചെയ്യാനായിട്ടല്ല ഞാൻ പോകുന്നത്, അവിടെ റിസൈൻ ലെറ്റർ കൊടുക്കാനായിട്ടാണ്. അയാളുടെ മുഖത്ത് ആ റിസൈൻ ലെറ്റർ വലിച്ചെറിയണം, എന്നാൽ മാത്രമേ ഞാൻ തോറ്റിട്ടില്ല എന്ന് എല്ലാവരെയും എനിക്ക് വിശ്വസിപ്പിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇത്രയും എന്നോട് കാണിച്ച അയാൾക്ക് ഈ ഒരു തിരിച്ചടിയെങ്കിലും കൊടുക്കണ്ടേ എന്ന് പ്രീതിയോടൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എൻ്റെ അനിയത്തിക്ക് ഇനി ഒരു കുഴപ്പവും ഇല്ലല്ലോ, അവളിനി ഇവിടെ തന്നെ കാണുമല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും ആ ഒരു കോൺട്രാക്റ്റിന്റെ കാര്യത്തിൽ ചെറിയൊരു പേടിയുണ്ട്. അതെന്തായാലും വരുന്ന വഴിക്ക് വെച്ച് തന്നെ കാണാം, എന്തൊക്കെ വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്, എനിക്ക് ആ ധൈര്യമുണ്ട് എന്ന് പ്രീതിയോട് നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു തീരുമാനം, ആ ഒരു കടുത്ത തീരുമാനം ശ്രുതി എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ അശ്വിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, ഞാൻ അവിടെ നിന്ന് രാജിവെക്കാൻ പോകുകയാണ് എന്നുള്ളൊരു കടുത്ത തീരുമാനം എടുത്ത ആ നിമിഷം തന്നെ നമ്മുടെ മനോരമ ആകാശിനുള്ള ഒരു പെണ്ണിനെ നോക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. എന്തായാലും വരുന്ന പെൺകുട്ടി എൻ്റെ മരുമകളായിട്ട് വരുന്ന ആ ഒരു പെൺകുട്ടിക്ക് വലിയൊരു പത്രാസും വലിയ വീട് വേണം, വലിയൊരു കാറ്, ഒരുപാട് ആഭരണങ്ങൾ വേണം, അങ്ങനെ ഒരുപാട് സ്വത്തുക്കളുള്ള ഒരാളായിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ചർച്ചകൾ മനോരമ നടത്തുന്നുണ്ട്. അപ്പം മനോരമയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഒരു തർക്കങ്ങളും വഴക്കുകളും ഇതിൻ്റെ പേരിൽ നടത്തുന്ന സമയത്താണ് നമ്മുടെ ആകാശ് കയറി വരുന്നത്. അപ്പോൾ ആകാശ് ഈ ഒരു തർക്കം കണ്ടതുകൊണ്ട് തന്നെ എന്തായാലും അവിടെ നിൽക്കാതെ തടി തപ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് തൻ്റെ പ്രീതിയെക്കുറിച്ച്, അന്ന് പ്രീതിയെ കണ്ട ആ ഒരു നിമിഷവും അവളോട് സംസാരിച്ച നിമിഷമൊക്കെ ആകാശ് ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അഞ്ജലി കയറി വരുന്നത്. അപ്പോൾ അഞ്ജലിക്ക് ഏകദേശം മനസ്സിലായി ആകാശ് എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ ആകാശിനെ കളിയാക്കുകയും പിന്നെ അശ്വിൻ്റെ ആ ഒരു കല്യാണ കാര്യത്തിനെ പറ്റി സംസാരിച്ചപ്പോൾ മുത്തശ്ശി ആയാലും ഇപ്പോൾ എൻ്റെ അമ്മയായാലും അച്ഛനായാലും എല്ലാവരും നോക്കുന്നത് പ്രൗഢിയുണ്ടോ അല്ലെങ്കിൽ സ്വത്തുണ്ടോ കാര്യങ്ങളുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്, അല്ലാതെ മനസ്സോ കാര്യങ്ങളോ അല്ല അവർ ഇപ്പോൾ നോക്കുന്നത്, സ്നേഹമല്ല എന്നൊക്കെ പറഞ്ഞ ആകാശ് മുത്തശ്ശിയോടും അവരുടെയൊക്കെ ആ ഒരു തീരുമാനങ്ങൾക്ക് എതിര് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്താണ് അഞ്ജലി പറഞ്ഞത്, തൻ്റെ ഭർത്താവ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ, സ്വത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി സംസാരിക്കുകയും അങ്ങനെ അവർക്കിടയിലുള്ള ചെറിയ ചെറിയ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് അഞ്ജലി ഫുഡ് എടുത്ത് വയ്ക്കാൻ വേണ്ടി അകത്തോട്ട് കയറുന്ന സമയത്താണ് അഞ്ജലിക്ക് ആ ഒരു ദുരന്തം സംഭവിക്കുന്നത്. പെട്ടെന്ന് അമ്മയെ എന്ന് വിളിച്ച് അഞ്ജലി വീഴുന്ന ഒരു രംഗമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ശബ്ദം കേട്ടുടനെ തന്നെ ആകാശ് ഓടി പോവുകയാണ്. പക്ഷേ ഈ ഒരു അഞ്ജലിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങളൊന്നും ഇതുവരെയും ഇത് പറഞ്ഞിട്ടില്ല. അഞ്ജലിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അഞ്ജലിയുടെ ആ ഒരു ശബ്ദം കേട്ടതും അഞ്ജലിക്ക് എന്തോ സംഭവിച്ചു എന്ന് ഉറപ്പായി ആകാശ് ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തോട്ട് ഓടി പോകുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ അശ്വിൻ തിരിച്ച് കമ്പനിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനിയിൽ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ലാവണ്യയും രേഷ്മയും രചനയൊക്കെ കൂടി നമ്മുടെ അവളെ കാർട്ടൂൺ ബേബിയെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രുതിലക്ഷ്മിയെ കുറിച്ച് ഉള്ള കുറ്റങ്ങളാണ്. എന്തായാലും ആ ഒരു കലണ്ടറിൽ അവളെ ഫോട്ടോ വെച്ചത് ASR ഒരു പണി കൊടുത്തതാണെന്നും അവൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു, അവൾക്ക് അന്ന് പോയിക്കൂടെ, എന്തായാലും ഇനി അവൾക്ക് 8ന്റെ പണികൾ കാത്തിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ASR കയറി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ജോലി സമയത്ത് കാര്യങ്ങൾ പറഞ്ഞ് കളിച്ച് ചിരിച്ചിരിക്കുന്നതിന് പേരിൽ വഴക്ക് പറയുകയും
അത് കഴിഞ്ഞിട്ട് ലാവണ്യയുടെ അടുത്ത് മുത്തശ്ശിയെ അന്ന് കാണാൻ വന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെ പറ്റി ലാവണ്യയോട് ദേഷ്യപ്പെട്ടിട്ട് അശ്വിൻ അങ്ങ് കയറി പോവാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ലാവണ്യ സ്വയം മനസ്സിൽ പറയുന്നത്, കണ്ടോ അവളാണ്, ആ കാർട്ടൂൺ ബേബിയാണ് കാരണം ഇതിനെല്ലാം, ഇത്രയും പ്രശ്നങ്ങൾക്കും കാരണം അവളാണ്, അവളെ അന്നേ പറഞ്ഞു വിടേണ്ടതായിരുന്നു, ഇനി എന്തായാലും അവൾക്ക് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ട് തിരിയുന്ന സമയത്താണ് അശ്വിൻ ഇതെല്ലാം കേട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അശ്വിനെ കണ്ടത്. അപ്പോൾ അശ്വിൻ ഉടനെ തന്നെ ലാവണ്യയോട് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചിട്ട് പറയുവാണ്, ഇനി മേലാൽ നീ അവളെ കാർട്ടൂൺ ബേബി ഒന്ന് പറയാനും പാടില്ല, ഇവിടെ കാർട്ടൂൺ ബേബി എന്നൊരു പേര് എനിക്ക് കേൾക്കാനും പാടില്ല, ഒരിക്കലും നീ ഇനി പറയാൻ പാടില്ല, അവൾക്ക് നല്ലൊരു പേരുണ്ട്, ശ്രുതി ലക്ഷ്മി എന്നാണ് അവളെ പേര്, അങ്ങനെ അവളെ വിളിച്ചാൽ മതി, അല്ലാതെ നീ കളിയാക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശ്രുതിക്ക് വേണ്ടിയിട്ട് ലാവണ്യയോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ് അശ്വിൻ. പിന്നെ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്രുതിയോട് ചെറിയൊരു ഇഷ്ടം അശ്വിന് തോന്നിയെന്ന് ഒരു സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് തൻ്റെ ചേച്ചിക്ക് ഒരു അപകടം പറ്റിയ കാര്യങ്ങൾ പോലും അറിയാതെ അശ്വിൻ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ശ്രുതി തൻ്റെ ജോലി രാജിവെക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിലോട്ട് ചെല്ലുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണുമ്പോൾ. ബൈ.